Ladies and gentlemen, welcome to Shamsi for Tech. എന്റെ നീണ്ടലും കുറച്ചലും ഒക്കെ ഞാൻ ഇപ്രാവശ്യം കുറച്ചിരിക്കണം. ഒരുപാട് ആൾക്കാർ കളിയാക്കാൻ തുടങ്ങുന്നുണ്ട്. ആ ഒരു കാലത്താൽ ഞാൻ ആ ഷംസി ഫോർ ടെക് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ഇപ്പൊ ജസ്റ്റ് ജനറലി ഒരു ഷംസി ഫോർ ടെക് എന്നുള്ള രീതിയിലേക്ക് മാറാൻ പോവുകയാണ്. അതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും വേണം, എനിക്ക് കമന്റും വേണം, ഷെയറും. മെയിൻ ആയിട്ട് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ നിങ്ങളെ സൈഡിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ എങ്ങനെ എന്റെ യൂട്യൂബ് ചാനൽ ഇംപ്രൂവ്മെന്റ് ചെയ്യണം എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം. അപ്പൊ ഞാൻ വീഡിയോ അധികം ഞാൻ പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് നമുക്ക് കടന്നാലോ. ആദ്യത്തെ ടെക് ന്യൂസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക് ന്യൂസുമായിട്ടാണ് വരാൻ പോകുന്നത്. അതും റിയൽമിയുടെ സൈഡിൽ നിന്ന് ഒരു അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. റിയൽമി 2 അഡാർ സ്മാർട്ട് ഫോണുകൾ ഒക്ടോബറിൽ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. റിയൽമിയുടെ GT8 GT8 Pro എന്ന് പറയുന്ന വേരിയന്റ് ആണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. രണ്ടിന്റെ ബാറ്ററി ബാക്കപ്പ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7000 mAh കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററി വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. രണ്ടിന്റെ ചിപ്സെറ്റും ഒരേ ചിപ്സെറ്റാണ്. സ്നാപ്ഡ്രാഗൺ 8 Elite 2 ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. LPDDR5X റാം, UFS 4.0 ആയിരിക്കും രണ്ടിനും വരാം. അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് പറയാനുള്ളത്. റിയൽമി GT8 സീരീസിനാണ് ഈ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇനി സ്ക്രീൻ സൈസിലേക്ക് വരുമ്പോൾ ഒന്ന് 6.6 ആണ് വരുന്നത്. റിയൽമി GT8 6.6 AMOLED സ്ക്രീന് 1.5K റെസൊല്യൂഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യും. റിയൽമി GT8 Proന് വരുന്നത് 2K റെസൊല്യൂഷൻ ആണ് ഡിസ്പ്ലേ വരാൻ പോകുന്നത്. പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേന് 6.8 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആയിരിക്കും റിയൽമി GT8 Proന് വരാൻ പോകുന്നത്. പക്ഷെ ലോഞ്ചിങ് വരുന്നത് ഒക്ടോബറിലാണ്. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കാർബൺ സിലിക്കൺ എന്തായിരിക്കും കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ ബാറ്ററി വാറണ്ടി എന്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 വർഷത്തെ ബാറ്ററി വാറണ്ടി കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതും പോരാണ്ട് ഈ 2 സീരീസ് ഫോണുകളിലും റിയൽമിയുടെ GT8 8 Proയിലും ചേംബർ കൂളിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും എന്നുള്ളൊരു അപ്ഡേറ്റും ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. നത്തിങ് ഫോൺ 3ന്റെ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നത്തിങ് ഫോൺ 3ന്റെ Android 16 ബെറ്റ വെർഷന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇത് പറയാനുള്ള ഒറ്റ കാര്യം, ബെറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. കാരണം ഞാൻ എന്റെ ഫോണിൽ നത്തിങ് ഫോൺ 2ല് ബെറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒന്നും വർക്ക് ചെയ്യണില്ല. അതേപോലെ ലോക്ക് സ്ക്രീൻ ഒന്നും മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാണ്. അതുകൊണ്ട് പ്ലീസ് ദയവായിട്ട് ബെറ്റ വെർഷൻ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നത്തിങ്ങിന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ്ങിന്റെ എസെൻഷ്യൽ സ്പേസിന്റെ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമുക്ക് ഈ വോയിസ് ക്ലിപ്പ് ഉണ്ടല്ലോ, എസെൻഷ്യൽ സ്പേസിൽ കൂടെ പോയിട്ട് നമുക്ക് വോയിസ് ക്ലിപ്പുകൾ നമുക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതും പോരാണ്ട് ഇമേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി ആ ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് ഡൗൺലോഡ് ഫയലായിട്ടും കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ആ ഒരു ഫീച്ചർ ഇപ്പൊ വരെയാണ്. നത്തിങ്ങിന്റെ 3A Pro നത്തിങ് 3ന് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ എസെൻഷ്യൽ സ്പേസിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇത് നത്തിങ് യൂസേഴ്സിന് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇത് 2A Proനും ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇല്ല. പക്ഷെ നത്തിങ് 3A Pro നത്തിങ് 3ന് ഈ ഒരു എസെൻഷ്യൽ സ്പേസിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നതാണ്. സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സാംസങ്ങിന്റെ Exynos 2600 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. വേൾഡിലെ ഫസ്റ്റ് 2 nm ചിപ്സെറ്റ് വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും സാംസങ്ങിന്റെ S26 സീരീസിലെ S26 അൾട്രാക്കല്ല വരിക. അതിന് പകരം സാംസങ്ങിന്റെ ഗാലക്സി S26നും S26 പ്ലസിനും Exynosന്റെ 2600 ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. അതും 2 nm ചിപ്സെറ്റ് വെച്ചിട്ടാണ് റിലീസ് ചെയ്യണത്. നൂബിയയുടെ ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. നൂബിയയുടെ Z80 Ultra എന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പേര്. ഇത് ചൈനയിൽ മാത്രമാണ് ഇതിന്റെ ലോഞ്ചിങ്. ഇത് സ്നാപ്ഡ്രാഗന്റെ 8 Elite 2 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 7100 mAh ബാറ്ററി, 80 വാട്ട്സിന്റെ ചാർജർ, 6.8 AMOLED സ്ക്രീന്, 144 Hz റിഫ്രഷിംഗ് റേറ്റ്, പിന്നെ 1.5K റെസൊല്യൂഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യും. HDR10+ വർക്ക് ചെയ്യും. അപ്പോ ഒരു
വേറെ ലെവൽ സാധനമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. കൂടുതൽ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഒന്നും നൂബിയനെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഓൺലൈനിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ യവന്മാരുടെ സ്മാർട്ട് ഫോൺ വേറെ ലെവല് സാധനമാണ്. പക്ഷെ ഇത് ചൈനയിൽ മാത്രമേ ലോഞ്ച് ചെയ്യുള്ളൂ. നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് ലോഞ്ച് ചെയ്യില്ല, UAE മഹാരാജ്യത്ത് ഇത് ലോഞ്ച് ചെയ്യില്ല, ചൈന മഹാരാജ്യത്ത് മാത്രമേ ലോഞ്ച് ചെയ്യുള്ളൂ. പാകിസ്ഥാൻ മഹാരാജ്യത്തും ഈ സാധനം ലോഞ്ച് ചെയ്യുന്നതല്ല. അപ്പൊ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. വിവോന്റെ V60 ലോഞ്ച് ചെയ്യാൻ പോകണം. ഓഗസ്റ്റ് 12-ാം തീയതിയാണ് ലോഞ്ചിങ്. ഇന്ത്യയിലാണ് ആദ്യം അതിന്റെ ലോഞ്ചിങ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 ചിപ്സെറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 2.8 GHz LPDDR4X റാം, UFS 2.2 ആണ്. അത് ഞാൻ ലാസ്റ്റിലേക്ക് അതിന്റെ പോരായ്മകൾ ഞാൻ ലാസ്റ്റിൽ പറയാട്ടെ. എനിക്ക് 2 പോരായ്മകൾ ഈ Vivo 60ന്റെ കാര്യത്തിൽ പറയാനുണ്ട്. അത് പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് വിടുന്നുള്ളൂ. അത് ഞാൻ ലാസ്റ്റിൽ പറയാം. ഇനി സ്പെക്കുകളൊക്കെ ഏകദേശം 2 സ്പെക്കുകളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 UFS 2.2 സിസ്റ്റം ആണ് പറഞ്ഞത്. അതൊക്കെ ഓക്കെയാണ്. പിന്നെ ഇത് 6.7 ഇഞ്ചിന്റെ AMOLED സ്ക്രീനാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. ക്യാമറ മെഗാ പിക്സൽ വരുന്നത് 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ, 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയിൽ, സെൽഫി ക്യാമറ വരുന്നത് 50 മെഗാ പിക്സൽ ആണ്. അതുപോലാണ്ട് ഓറ ലൈറ്റ് എന്ന് പറഞ്ഞ ഫീച്ചറും ഈ Vivo 60 വരുന്നുണ്ട്. പിന്നെ ഇത് 2.8 GHz സ്പീഡാണ്. കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചാർജിങ് സ്പീഡ് വരുന്നത് 90 വാട്ട്സ് ആണ്. 6500 mAh കാർബൺ സിലിക്കൺ ബ്ലൂ വോൾട്ട് എന്ന് വിവോ അവകാശപ്പെടുന്ന ബാറ്ററി ടെക്നോളജിയാണ് ഇതിൽ കൊടുക്കാൻ പോകുന്നത്. പിന്നെ അതും പോരാണ്ട് ഇതിൽ PT അപ്രൂവ്ഡ് കിട്ടും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. വരട്ടെ, അത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരുപാട് പാകിസ്ഥാനി യൂസേഴ്സ് ഉണ്ട്, അവർക്കും ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയിൽ ഓൾറെഡി അപ്രൂവ്ഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. പക്ഷെ PT അപ്രൂവ്ഡ് കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് വിവോന്റെ X200 FEക്ക് അവർ PT അപ്രൂവ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേ PT അപ്രൂവ്ഡ് അവർ ഈ വിവോന്റെ V60ക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2 കാര്യങ്ങളിൽ എനിക്ക് ഒരു പോരായ്മകൾ തോന്നിയ ഒരു കാര്യം എന്ന് പറയാനുള്ളത് വിവോനോട്. V60 എന്ന് പറയുന്ന മോഡൽ നല്ലൊരു ഫോണാണ്. കാർഡ് സൈസ് ലെൻസും ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ബ്ലോട്ട് എടുത്തു കളയാം. സോഫ്റ്റ്വെയർ കുറച്ചും കൂടെ മിനിമലിസ്റ്റിക് ആവണമെങ്കിൽ അടിപൊളി ആയേന്. ആ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓൾറെഡി ഇവർ ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണ സമയത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലൊരു അഭിപ്രായമായിരുന്നു. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് UFS സിസ്റ്റത്തിനോട് 2.2 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന് പകരം ഇത് 3.2 ആയിരുന്നെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിരുന്നു എന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. ടച്ച് OS 15ന്റെ അപ്ഡേറ്റ് ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ആണ് അപ്ഡേറ്റ് വരുന്നത്. 3 വർഷത്തെ അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും വിവോ അവകാശപ്പെടുന്നുണ്ട് V60 എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ കൺസിഡറേഷൻ എടുക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. ഐക്യൂന്റെ Z10 ടർബോ പ്ലസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഓഗസ്റ്റ് 7-ാം തീയതി നമ്മുടെ ചൈന മഹാരാജ്യത്ത് അതിന്റെ ലോഞ്ചിങ് ചെയ്യാൻ പോവുകയാണ്. ഡിമെൻസിറ്റിന്റെ 9400 പ്ലസ് എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. LPDDR5X റാം, UFS 4.0. ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു ഫോണിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ്. 8000 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഇവർ ഇറങ്ങാൻ പോകുന്നത്. അതും കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററി വെച്ചിട്ട്. ആൻഡ്രോയിഡ് 15ന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഒറിജിനൽ OSന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 6.7ന്റെ AMOLED സ്ക്രീൻ, 1.5K റെസൊല്യൂഷൻ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ചാർജിങ് സ്പീഡ് ആണെങ്കിലോ അതും 90 വാട്ട്സിന്റെ ചാർജിങ് സ്പീഡാണ് ഇവരിതിൽ ഇറക്കാൻ പോകുന്നത്. ഈ Z10 ടർബോ പ്ലസ് എന്ന് പറഞ്ഞ ഈ ഒരു വേരിയന്റ് ഞാൻ എന്താ പറയേണ്ടി വരും? ആപ്പിളുകാരോട് സാംസങ്ങിനോട് ഇത് കണ്ടിട്ടൊന്ന് പഠിക്കാൻ പറയും. കണ്ണത് തുറക്കട്ടെ. എങ്ങനെ ഇങ്ങനെ തുറക്കട്ടെ. സാംസങ്ങിനോട് ആപ്പിളുകാരോട് കണ്ണിങ്ങനെ തുറക്കാൻ പഠിപ്പിക്കരുത്. ഞാൻ ഇവിടെ എന്നാ കണ്ണുറക്കാന്നുള്ളത് ഒന്നിനെ അറിയിക്കും. ഐഫോണായിരിക്കും ഒരു പുതിയൊരു അപ്ഡേറ്റ് ഞാൻ പറയാൻ പോകുന്നു. ഐഫോണിന്റെ 2028 മോഡൽസിന് ഇനി ടാൻഡം OLED ടെക്നോളജി റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ടാൻഡം ടെക്നോളജിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അടുത്ത നിമിഷം വരാൻ പോണ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് ടാൻഡം OLED ടെക്നോളജി. LGയുടെ ഒരു പുതിയൊരു ഗെയിമിംഗ് മോണിറ്റർ
ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് ലാസ്റ്റത്തെ ടെക് ന്യൂസും കൂടെയാണ്. ഇതിൽ ടാൻഡം OLED ടെക്നോളജിനെ കുറിച്ചിട്ടും പറയാൻ പോകുന്നുണ്ട്. അപ്പോ അത് നിങ്ങൾ കണ്ണു തുറന്ന് കാണാം. ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചു. ഇത് ഫ്യൂച്ചർ ആവാൻ പോവുകയാണ് ഈ ഒരു ടെക്നോളജി, ടാൻഡം OLED ടെക്നോളജി. ഇത് 27 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 2K റെസൊല്യൂഷൻ, 280 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ DCI-P3 എന്ന് പറയുന്നത് 90.5% ഇത് DCI-P3 ഇതിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇത് 2 റിഫ്രഷിംഗ് റേറ്റിൽ ഇത് വർക്ക് ചെയ്യില്ല. വെറും ജസ്റ്റ് 280 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതാണ് പറയാനുള്ളത്. അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എനിക്ക് തോന്നി. എന്നാൽ കുഴപ്പമില്ല. പക്ഷെ ഇതൊരു ഗെയിമിംഗ് മോണിറ്ററാണ്. ഈ ടാൻഡം OLED ടെക്നോളജി എന്ന് പറയുന്നത് ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജി. ഇതിന്റെ കോൺട്രാസ്റ്റിനും ബ്രൈറ്റ്നെസ്സിനും ഇവര് ഹൈ പ്രിഫറൻസ് ഇവർ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് 50% OLED, നോർമൽ OLEDനെക്കാട്ടിയ ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും കൊടുത്ത ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ അതും പോരാണ്ട് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 ലെയർഡ് സ്റ്റാക്ട് ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. അതായത് ഫസ്റ്റില് റെഡ്, സെക്കൻഡില് ബ്ലൂ, തേർഡില് ഗ്രീൻ, പിന്നെ ബ്ലൂ. അപ്പൊ ഈ 4 സ്റ്റാക്ട് ആയിട്ടുള്ള കളറ് മിക്സ്ഡ് അപ്പ് ആയിട്ടാണ് ഈ ടാൻഡം OLED ഡിസ്പ്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ ലൈറ്റ്സ് കൂടും ഇവർ ആഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇവര് ബ്രൈറ്റ്നെസ്സിനും കോൺട്രാസ്റ്റിനും കൊടുക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈ ടെക്നോളജിയാണ് 2028 ഐഫോൺ ഉണ്ടാക്കാൻ പോകുന്നത്, കൊടുക്കാനും പോകുന്നത്. ഉണ്ടാക്കല്ല, LG ആണ് ആ ടാൻഡം OLED ഡിസ്പ്ലേ കൊടുക്കാൻ പോകുന്നത് 2028. ആർക്ക്? $multi ട്രില്യൺ കമ്പനിയായ ആപ്പിളിന് ടാൻഡം ഡിസ്പ്ലേ കൊടുക്കാൻ പോകുന്നത് LG ആണ്. അതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിന് ഡിസ്പ്ലേ പോർട്ട് 1.4 ഹേർട്സിന്റെ 1.4 ആണ്, ഹേർട്സ് അല്ല, 1.4 പോർട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇത് HDMI 2.1 ആണ്. കാരണം ഇത് 280 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ് ആയതുകൊണ്ടാണ് ഇവർ HDMI 2.1 കൊടുക്കുന്നത്. ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഡിസ്പ്ലേകൾ ഇനി ടാൻഡമിലേക്കൊക്കെ മാറാൻ പോകുന്നത്, OLED ഒക്കെ ഇനി നിർത്താൻ പോകുന്നത്. അതിന് പകരത്തൊക്കെ ടാൻഡമിലേക്ക് മാറും എന്നാണ് എനിക്ക് പറയുന്നത്. ഗെയിമിംഗ് മോണിറ്റർ ഒക്കെ ഇപ്പൊ ടാൻഡമിലേക്ക് മാറി എന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഇനി ഭാവിയിലൊക്കെ ഇനി ടാൻഡമിലേക്ക് സ്വാഭാവികമായിട്ട് മാറും. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതിന്റെ മുന്നേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.